കോൺഗ്രസിൽ ശക്തമായ മാറ്റങ്ങൾ വരുന്നുവെന്നാണ് ഇപ്പോഴത്തെ പുതിയ നേതൃത്വം ചുമതല ഏറ്റതിന് ശേഷം വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി അധികാരമേറ്റതിന് ശേഷം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി KPCC ഭാരവാഹികളായി നിയമിച്ചിട്ടുള്ള PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, അനിൽകുമാർ അടക്കമുള്ള നേതാക്കളുമൊക്കെ തന്നെ ഈ കൂട്ടായ്മയിലുണ്ട്. അതോടൊപ്പം തന്നെ UDF കൺവീനറായി അടൂർ പ്രകാശും ഒക്കെ ഉണ്ട്. സ്വാഭാവികമായും ഒരു യുവ നേതൃനിരയെ തന്നെ സണ്ണി ജോസഫിന് കിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വശത്ത് സുധാകരൻ അതൃപ്തിയിലാണ്. കാരണം അദ്ദേഹത്തിന് ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്ന് ഉള്ള ആശ തീർന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം വലിയ പ്രതീക്ഷയിലായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്കിലും തനിക്ക് തുടരാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷേ മറ്റ് നേതാക്കളും എല്ലാം പറയുന്നത് അദ്ദേഹത്തിന് അനാരോഗ്യം ആണെന്ന്. അതുകൊണ്ട് അനാരോഗ്യവും ഓർമ്മക്കുറവുമൊക്കെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം എല്ലാവരോടും പറയുന്നു, എനിക്ക് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ല, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, എനിക്ക് ഓർമ്മക്കുറവോ ഒന്നും തന്നെ ഇല്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാണ്. എനിക്ക് KPCC അല്ലെ AICC തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുകയും അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താൻ യോഗ്യനാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് മാറ്റിയതിന് പിന്നിലും ചില കഥകൾ പ്രചരിക്കുന്നുണ്ട്. ദീപാദാസ് മുൻഷി ഇടപെട്ടിട്ടാണ് ഇതിൽ തീരുമാനം വന്നിരിക്കുന്നത്. അവർ മറ്റാരുടെ കളിപ്പാവയാണ് എന്നൊക്കെ സുധാകരൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ സുധാകരൻ ഈ രീതിയിൽ കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന്, കമ്മ്യൂണിസ്റ്റ് മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ രീതിയിൽ അഭിപ്രായം പറയാനുള്ള ശേഷിയുള്ള, കരുത്തുള്ള ഒരു വലിയ നേതാവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ കണ്ണൂർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ നിന്ന്, പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ഏറെ കരുത്തുറ്റ ഒരു നേതാവ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിച്ചിരുന്നത് തനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്കിലും തുടരാൻ കഴിയുമെന്നായിരുന്നു. പക്ഷേ അതൊന്നും നടക്കാതെ പോയി. അതിൻ്റെ ഒരു വിഷമം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറയുന്നത് KPCC പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ മാറ്റുകയാണ് പതിവ്, പക്ഷേ എന്തുകൊണ്ട് VD സതീശനെ മാറ്റിയില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നത് ഒരു ന്യായമായ ചോദ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള KPCC ഭാരവാഹികളെ തനിക്ക് തന്നിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ പറഞ്ഞതുപോലെ വയസ്സായ ആളുകളൊക്കെ ആയിരുന്നു ഈ തലപ്പത്തുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ യുവതലമുറയെ കൊണ്ടുവന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇവർക്കൊക്കെ ആ രീതിയിൽ മുന്നോട്ട് നന്നായി പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ അതുകൊണ്ട് തന്നെ KPCC പ്രസിഡൻ്റായിട്ടുള്ള വന്നിട്ടുള്ള സണ്ണി ജോസഫിൻ്റെ മുന്നിൽ കടമ്പകൾ ഏറെയാണ്. കാരണം സുധാകരൻ്റെ എതിർപ്പ് ഒരു വശത്ത്, അതോടൊപ്പം തന്നെ ഈ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കണ്ണും നട്ടിരിക്കുകയാണ്. അടുത്ത ഭരണം LDF സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികൾ പലതും ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടാകും. അത് UDFന് വോട്ടായി മാറും എന്നൊക്കെയാണ് UDF കരുതുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട സുധാകരനെ മാറ്റിക്കൊണ്ട് ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട സണ്ണി ജോസഫിനെ അധ്യക്ഷനായി കൊണ്ടുവരുന്നത്. മുനമ്പം പോലുള്ള വിഷയങ്ങളിൽ ക്രിസ്ത്യൻ സഭകൾ അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസികൾ കൂടുതലായി BJPയിലേക്ക് പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് BJPയിലേക്ക് പോകുന്ന അവരെ തടയാനും പോയവരെ തിരിച്ചു കൊണ്ടുവരാനും ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട സണ്ണി ജോസഫിനെ പോലെ ഒരാളിനെ KPCC പ്രസിഡൻ്റാക്കിയാൽ കഴിയുമെന്നുള്ള ഒരു ചിന്താഗതിയുടെ പുറത്താണ് ഇത്തരത്തിൽ ഇപ്പോൾ പെട്ടെന്ന് സുധാകരനെ മാറ്റിക്കൊണ്ട് സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത്. പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അദ്ദേഹത്തിന് സമയം കൊടുക്കണം. കാരണം ഒരു പ്രസിഡൻ്റായിട്ട് അങ്ങോട്ട് ചുമതലയേറ്റതേ ഉള്ളൂ. ഒരു 3-4 മാസം അല്ലെങ്കിൽ ഒരു 6 മാസമെങ്കിലും വേണ്ടി വരും അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് നമുക്ക് വീക്ഷിക്കാൻ. അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ ആദ്യം ആഭ്യന്തരമന്ത്രിയായ കാലഘട്ടത്തിൽ എല്ലാവരും ചോദിക്കും, ഇദ്ദേഹത്തെയാണ് ആഭ്യന്തരമന്ത്രിയാക്കിയത്, അത് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? പക്ഷേ അദ്ദേഹം ഒരു നല്ല ആഭ്യന്തരമന്ത്രി എന്ന് തെളിയിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളെ പെട്ടെന്ന് പിടിക്കാൻ ഓർഡർ ഇടുകയും ആഭ്യന്തര വകുപ്പിന് തന്നെ അന്ന് പ്രശംസ കിട്ടുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ്. അതുപോലെ സണ്ണി ജോസഫിനെയും ഇത്തരത്തിൽ സണ്ണി ജോസഫും അറിയാൻ വേണ്ടി അല്ലെങ്കിൽ
നല്ലൊരു നേതാവാണെന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു കുറച്ച് സമയം കൊടുക്കേണ്ടതുണ്ട്. അത് ഏത് പദവിയിലാണെങ്കിലും അത് നൽകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു 3-4 മാസം ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്കറിയാൻ കഴിയും. അദ്ദേഹം 2026 ലക്ഷ്യം, 2025 തന്നെയാണ് ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരിക്കലും നടക്കാത്ത സ്വപ്നമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. സ്വാഭാവികമായും ലീഗുമൊക്കെ അതൃപ്തിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവരെ എല്ലാം അനുനയിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു ഭരണം അല്ലെങ്കിൽ ഒരു നേതൃത്വ ഗുണം കാഴ്ചവെച്ചാൽ മാത്രമേ സണ്ണി ജോസഫിനും പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കെ മുരളീധരൻ പറഞ്ഞതുപോലെ പടം കണ്ടാലെങ്കിലും അറിയുന്ന ഒരാളെ പ്രസിഡൻ്റ് ആക്കണമെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം അത്ര ഒരു കോൺഗ്രസ്സിലെ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുപരിചിതനായ ഒരു നേതാവല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം എല്ലാവരും അറിയുന്ന ഒരു വലിയ ഇപ്പോൾ കെ മുരളീധരനെ പോലെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലെയോ ഒക്കെ ആൾക്കാർ അറിയുന്ന ഒരു നേതാവല്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതലും വടക്കൻ കേരളത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയവും അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേരളത്തെ മുഴുവൻ അറിഞ്ഞു തുടങ്ങണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണെന്ന് കണ്ടെത്തണം. അപ്പോൾ ഇപ്പോൾ പുതിയ മാറ്റം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മുന്നിൽ കൊടുത്തിരിക്കുന്ന ചുമതല DCC ഭാരവാഹികളെ അടക്കം DCC പ്രസിഡന്റുമാരെ, തൃശ്ശൂർ ഒഴികെയുള്ള ബാക്കി കേരളത്തിലെ DCC പ്രസിഡന്റുമാരെ മുഴുവൻ മാറ്റണം. അത്തരത്തിൽ ഇതെല്ലാം പൂർത്തിയാക്കണം. മികച്ച ഒരു DCC പ്രസിഡന്റുമാരെ ഓരോ ജില്ലയിലും കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇനി വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കിയാൽ മാത്രമേ ഒരു മോഡൽ പരീക്ഷയാണ്, ഒരു സെമി ഫൈനലാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉള്ള ഒരു സെമി ഫൈനൽ എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. സ്വാഭാവികമായും ഡിസംബർ മാസത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയമുണ്ടാക്കിയാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തോടെ UDFന് വോട്ടർമാർക്ക് മുന്നിലേക്ക് എത്താൻ കഴിയും. സ്വാഭാവികമായും വലിയൊരു ദൗത്യം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ DCC പ്രസിഡന്റുമാരെ അടക്കം ശക്തമായ DCC പ്രസിഡന്റുമാരെ കൊണ്ടുവന്ന് പിണറായി സർക്കാരിനെതിരെ അല്ലെങ്കിൽ അടുത്ത ഭരണം UDFന് നേടാൻ 10 വർഷമായി ഇപ്പോൾ ഗാലറിയിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇറങ്ങി കളിക്കണമെങ്കിൽ ശക്തമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ കഴിയൂ. അത് സണ്ണി ജോസഫിന് കഴിയുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.